ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് മൊബൈൽ ഫോണും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായി നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഇവ തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും കാലാവസ്ഥാ വ്യതിയാനം വളരെ സ്ട്രോങ് ആവുന്നതിന്, കാലാവസ്ഥാ വ്യതിയാനം വളരെ വ്യാപിക്കുന്നതിന് ഈ മൊബൈൽ ഫോൺ കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും 80% ആളുകളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ നെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൽ നിന്നും ഉണ്ടായി വരുന്ന കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട്. എങ്ങനെ നെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നുണ്ടായി വരുന്ന കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, അതായത് 1 GB നെറ്റ് നമ്മൾ ഇൻ്റർനെറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 3 കിലോഗ്രാം കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് ഒഴിവാക്കിയാൽ മാത്രമേ 1 GB നെറ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം പിന്നെ അതുമാതിരി തന്നെ അപ്പോൾ ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന കാർബൺ ഡയോക്സൈഡ് നമുക്ക് ചെടികൾ വലിച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം 10 വർഷത്തോളം പഴക്കമുള്ള 3 ചെടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം ഒരാൾ മൊബൈൽ മൂലം പുറത്തേക്ക് ഒഴിവാക്കുന്ന കാർബൺ ഡയോക്സൈഡിനെ നമുക്ക് നിർവീര്യമാക്കാൻ പറ്റുള്ളൂ. അപ്പം അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത്, ഈ നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാർബൺ ഡയോക്സൈഡ് എമിഷന് കാരണമായി തീരുന്നത്. അത് ഉപയോഗിക്കുന്നത് മൂലം 1 മണിക്കൂറിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അത് ഉപയോഗിക്കുന്നത് കാരണം 1 മണിക്കൂറിൽ 10 കിലോഗ്രാം വരെ കാർബൺ ഡയോക്സൈഡ് 10 കിലോഗ്രാം വരെ കാർബൺ എമിഷന് കാരണമായി തീരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇത് മാത്രമല്ല, മൊബൈലിൻ്റെ സ്പീക്കർ ഉണ്ടാക്കുന്നതിന്, മൊബൈലിൻ്റെ സ്ക്രീൻ ഉണ്ടാക്കുന്നതിന്, അതിൻ്റെ ഇൻ്റഗ്രൽ IC ഉണ്ടാക്കുന്നതിന്, IC ഉണ്ടാക്കുന്നതിന് ഏകദേശം 4 കിലോഗ്രാമോളം കാർബൺ ഡയോക്സൈഡ് വേണ്ടി വരും. അതുമാതിരി തന്നെ സ്ക്രീൻ, നമ്മൾ സാധാരണ സ്ക്രീന് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ ഉണ്ടാക്കുന്നതിന് വരുന്നുണ്ട്. പിന്നെ അതുമാതിരി തന്നെ അതിൻ്റെ കവർ ഉൽപ്പാദിപ്പിക്കുന്നതിന് 7 കിലോഗ്രാമോളം കാർബൺ ഡയോക്സൈഡ് വേണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇത്രയും ഒരു മൊബൈല് ശരാശരി നമ്മുടെ കയ്യിലെത്തുമ്പോൾ ഏകദേശം 25 കിലോഗ്രാമോളം കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച ശേഷമാണ് നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ എത്തുന്നത്. അതായത് നമ്മുടെ കയ്യിൽ മൊബൈൽ എത്തുമ്പോഴേക്കും ഒരു 40-50 മരങ്ങൾ, 10 വർഷമായ 40-50 മരങ്ങളെ കൊണ്ട് മാത്രം നിർവീര്യമാക്കാവുന്ന തരത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മൊബൈൽ നമ്മുടെ കൈവശം എത്തുള്ളൂ. അതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയാലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കാരണം ധാരാളം കാർബൺ എമിഷൻ വരുന്നുണ്ട്. അപ്പം അടുത്ത കാലത്ത് മൊബൈലിൻ്റെ ഉപയോഗം ഒരു വ്യക്തിക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. 80% ജനങ്ങളും 15 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും, ശരാശരി 15 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. നെറ്റ് ഉപയോഗിക്കാൻ നിൽക്കാം. വെള്ളം പിന്നെ അതുമാതിരി തന്നെ വായുവും പോലെ പ്രധാനപ്പെട്ടവരായി തീർക്കുക. പിന്നെ 85% വരുന്ന ജനങ്ങൾക്ക് ഒരു ദിവസം നെറ്റ് ഉപയോഗിക്കാതെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. പിന്നെ എല്ലാ ആളുകളും രാവിലെ എഴുന്നേറ്റാൽ എല്ലാവരും മൊബൈൽ ഫോണിൻ്റെ അടുത്തേക്കാണ്. ഒരു 15 മിനിറ്റ് രാവിലെ എണീറ്റ് പല്ല് കഴിച്ചാൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ മൊബൈൽ ഫോൺ കൈകൊണ്ട് ടച്ച് ചെയ്യും. അത് പിന്നെ അവസാനിക്കുന്ന രാത്രി കിടക്കുന്നത് വരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പം ഏകദേശം 2 GB അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കും. അതായത് ഏകദേശം നമുക്ക് 3 kg
ജിയോളം 1 kg 3 kg എന്ന് പറഞ്ഞാൽ 6 kg കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്നതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഊർജമാണ് അദ്ദേഹം നെറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മാത്രമല്ല സ്മാർട്ട് ഫോണിന് വേറൊരു ദൂഷ്യം എന്താ വെച്ചിട്ടാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഈ ഈവൺ കേഷിലായി നടക്കുന്ന കോൺവെർസേഷൻ പോലും, നേരിട്ട് സംസാരിക്കാൻ പറ്റാവുന്ന കോൺവെർസേഷൻ പോലും നെറ്റ് വഴി സംസാരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കൂടുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണ അപ്പുറത്ത് നിൽക്കുന്ന ആളോട് നമുക്ക് വിളിച്ചാൽ ചിലപ്പം പറയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഒന്ന് ആഞ്ഞി പറഞ്ഞാൽ പറയാൻ വേണ്ടി പറ്റും. പക്ഷെ അയാളോട് സംസാരിക്കുന്നത് നമ്മൾ നെറ്റ് ഉപയോഗിച്ചാൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അതിനകത്ത് അതിനകത്ത് ധാരാളം ഊർജം ആവശ്യമാണ്. ഊർജം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇന്റർനെറ്റ് ആവശ്യമാണ്. അപ്പം വ്യാപകമായിട്ട് ഈ മൊബൈലിന്റെ യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കാൻ, കാലാവസ്ഥാ വ്യതിയാനം ശക്തിപ്പെടാനും ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത കാലത്തുള്ള പഠനങ്ങൾ കാണിക്കുന്നത്.